നേരത്തെ കുറച്ച് ആ വാഹനം കടന്നു വരുന്ന ഇടത്തിലെല്ലാം ഒരു ജനക്കൂട്ടം ഒന്ന് കുറഞ്ഞു നിന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ വാഹനം കടന്നു വന്നതോടുകൂടി നിറയെ ആളുകളാണ്. നമുക്ക് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂഴിയിട്ടാൽ കാണാൻ കഴിയില്ല. അതുമാത്രമല്ല അവരുടെ ആ ഒരു വികാര പ്രകടനങ്ങളൊക്കെ തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ തന്നെയാണ് അശ്വിൻ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശ്വിൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അവരെ എങ്ങനെയൊക്കെയോ പണിപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. സ്മിത, തീർച്ചയായും ഇപ്പോഴിതാ അതിശക്തമായ മഴയാണ് സ്മിത ഈ മൃതദേഹവുമായുള്ള വാഹനം ഇവിടേക്ക് എത്തിയതിന് പിന്നാലെ പെയ്യുന്നത്. ആരും മാറുന്നില്ല. ഒരാൾ പോലും ആ മൃതദേഹമുള്ള വാഹനത്തിൻ്റെ അരികിൽ നിന്നും ഈ മഴയിലും മഴ നനയാതെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ സഖാവിനൊപ്പമുള്ള അവസാന നിമിഷങ്ങൾ അത് പെരുമഴയാണെങ്കിലും പൊരുവേലാണെങ്കിലും അത് നനഞ്ഞും കൊണ്ടും നിൽക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനക്കൂട്ടം, വലിയൊരു ജനസഞ്ചയം, ഒരു പറഞ്ഞറിയിക്കാൻ മേലാത്തത്ര, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയൊരു കടലായി ജനക്കൂട്ടം മാറി നിൽക്കുന്ന കാഴ്ച. വലിയ മഴ അതാ ഇപ്പോഴും ഇരമ്പിപ്പെയ്യുന്ന മഴയിലേക്കാണ് ആ VS മൃതദേഹവുമായുള്ള വാഹനവ്യൂഹം വന്നെത്തിയിരിക്കുന്നത്. ആ വാഹനം ഇപ്പോൾ ഇതാ ജനത്തിരക്കിനിടയിൽ നിന്നും ആ വാഹനം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാതുകളിലേക്ക് ഇരമ്പിയാർത്തെത്തുന്ന മുദ്രാവാക്യമുണ്ട്. കണ്ണേ കരളേ VSA, പൊന്നേ പൊരുളേ VSA എന്ന ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടം. അത് CPMകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന സകല രാഷ്ട്രീയ വിശ്വാസികളും സകല മതജാതി വിശ്വാസികളും രാഷ്ട്രീയമില്ലാത്തവരുമൊക്കെ ഇതാ ഈ ജനക്കൂട്ടത്തിൽ നിന്ന് ആ VS പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി കാണുകയാണ്, അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. ആ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ VS രാഷ്ട്രീയ തട്ടകത്തിന് മുന്നിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ആ വീതിയിലിതാ VS അങ്ങനെ നിദ്രയറ്റ് കിടക്കുകയാണ്, നിശ്ചലനായി കിടക്കുകയാണ്. അതിനു ചുറ്റും ഇങ്ങനെ കൂടി നിന്ന ഒരു മണൽത്തരി പോലും റോഡിലേക്ക് വീഴാത്ത തരത്തിൽ ആളുകൾ കൂടി നിന്നതാ മുദ്രാവാക്യം വിളിക്കുന്നു, പ്രിയ സഖാവിനെ യാത്രയാക്കുന്നു. ഇപ്പോഴും ആ മൃതദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറക്കാനായിട്ടില്ല. മഴ ചെറിയ തോതിൽ പൊടിയുന്നുണ്ട്, ഇടയ്ക്കത് ശക്തി പ്രാപിക്കുന്നുണ്ട്. ആ ശക്തി പ്രാപിക്കുന്ന മഴയിലും ആ മഴയെ തകർക്കുന്ന രീതിയിൽ, ആ മഴയെ എതിർക്കുന്ന രീതിയിൽ ആയിരം മുഷ്ടികൾ ഇതാ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ വീതിയിൽ നിന്നും ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. അവരുടെ കണ്ടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പ്രിയപ്പെട്ട സഖാവിന് വേണ്ടിയുള്ള അവസാനത്തെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യങ്ങൾ കേട്ടുകൊണ്ട് ആ പ്രിയ സഖാവ് ഇപ്പോൾ ആ വാഹനത്തിലുണ്ടായിരിക്കാമെന്നുള്ള ഒരു വിശ്വാസം, എന്നുള്ള ഒരു പ്രതീക്ഷ പ്രിയ സഖാക്കൾക്കുണ്ട്. ഈ വാഹനത്തിന് ചുറ്റും നിൽക്കുന്ന ജനക്കൂട്ടത്തിനുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂർ നേരമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് മുന്നിൽ കാണുന്ന അനന്തമായി നീണ്ടുകിടക്കുന്ന, ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ ജനസഞ്ചയം, ഈ ജനക്കൂട്ടം എപ്പോൾ ഈ പ്രദർശനം പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഇതിൽ എത്ര പേർ ഇതിനകത്തേക്ക് കവാടം കടന്നകത്തേക്ക് എത്തി പൂക്കളർപ്പിക്കും എന്നുള്ളത് നമുക്ക് പറയാനാവാത്ത വിധത്തിൽ ആവുന്നു. ഇപ്പോഴും ഇതാ ആ ചെറുമഴ, ആ പൊടിഞ്ഞിരുന്ന മഴ, ചെറിയ നേരിയ ചാറ്റൽ മഴ ഇപ്പോൾ ഇതാ ശക്തി പ്രാപിക്കുന്നുണ്ട്. അതൊരു പേമാരിയായി പെയ്യുന്നുണ്ട്. ഇതാ ആ മഴയിലൂടെ, ആ കനത്ത മഴയിൽ വാഹനം അങ്ങോട്ട് കടത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അത് എടുത്ത് പ്രവർത്തകർ എല്ലാവരും കൂടെ എടുത്ത് അങ്ങോട്ടേക്ക് ഓഫീസിനകത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ വാഹനത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ആ ഗേറ്റിനകത്തേക്ക് വാഹനത്തിൽ നിന്നിറക്കി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പ്രവർത്തകരെല്ലാവരും ചേർന്ന് അങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ്. വാഹനത്തിന് അതിലേക്ക് കടക്കാനുള്ള സൗകര്യമില്ല, അഥവാ സൗകര്യമുണ്ടെങ്കിൽ തന്നെ വലിയ തിരക്കാണ്. ആ തിരക്കിനെ അതങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. മഴയുമുണ്ട്, അതോടെ തിരക്ക് കൂടിയിരിക്കുന്നു. അപ്പോൾ VS പ്രിയ നേതാവിൻ്റെ മൃതദേഹം, ഭൗതികദേഹം ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ, അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഒന്ന് കാണാനായി ഒഴുകിയെത്തിയ ജനങ്ങളെയാണ്, പ്രവർത്തകരെയാണ്, അവരുടെ അണമുറിയാത്ത വികാര പ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവുമായി പ്രവർത്തകർ അത് ചുമന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. വലിയ തിരക്കാണ്. അശ്വിൻ പാലാഴിയും S വിജയകുമാറുമാണ് അവിടെ നിന്ന് ചേരുന്നത്. അശ്വിൻ, വലിയ തിരക്കാണ്. ഈ തിരക്ക് നിയന്ത്രിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ അപ്പോൾ ആ വാഹനം അതിനകത്തേക്ക്, ഓഫീസിനകത്തേക്ക് കയറാതെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് പ്രവർത്തകർ ഓഫീസിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അശ്വിൻ പറഞ്ഞു. തീർച്ചയായും സ്മിത, വാഹനം ഇതാ DC ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. 1000 കൈകളിലൂടെ 100 കൈകളിൽ ഏന്തിയാണ് ആ സഖാവ് പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ
അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അവസാനമായി പോയത് 100 സഖാക്കളുടെ തോളിലേറിയാണ്. ചുവപ്പ് സേന വോളണ്ടിയർ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവുമായി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ അത് DC ഓഫീസിനകത്ത് പ്രത്യേകം സജ്ജീകരിച്ച പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിയിരിക്കുന്നു. ഇപ്പോഴും പുറത്ത് ആർത്തിരമ്പുന്ന ജനക്കൂട്ടമുണ്ട്, സഖാക്കളുണ്ട്, ജനങ്ങളുണ്ട്. പുന്നപ്പറയുടെ വയലാറിലെ മണ്ണിൽ ചവിട്ടി നിന്ന് VS വിളിച്ച മുദ്രാവാക്യങ്ങൾ ആ പ്രവർത്തകർ ഇപ്പോൾ ജനങ്ങളിപ്പോൾ ഇതാ പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് VS ചവിട്ടിക്കുഴച്ച മണ്ണാണ് ആലപ്പുഴയുടേത്, VS ചവിട്ടിക്കുഴച്ച മണ്ണാണ് കുട്ടനാടിൻ്റേത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഇതാ അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ രൂപപ്പെടുത്തിയെടുത്ത പ്രിയ സഖാവിന് യാത്രയയക്കാൻ, പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യമേകാൻ ഈ കോരിച്ചൊരിയുന്ന മഴയിലും ഈ പേമാരിയിലും ആയിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇതെന്തൊരു കാഴ്ചയാണ് സ്മിത. ഇതാ ഈ പെരുമഴയിലും ശ്വാസം അടക്കി പിടിച്ചല്ലാതെ ഈ കാഴ്ച കാണാൻ കഴിയില്ല അശ്വിൻ. അത്രയും ഹൃദയശ്വാസം, ഇങ്ങനെ ഹൃദയതാളം അതങ്ങനെ നിലച്ചു പോകുന്ന മട്ടിൽ ശ്വാസം അടക്കി പിടിച്ചാകും എല്ലാവരും തന്നെ ഈ കാഴ്ച കാണുക. കാരണം അത്രയും തിരക്കാണ് അവിടെ, അത്ര അണമുറിയാത്ത പ്രവാഹം. അതിൽ ഇങ്ങനെ അവരുടെ സ്വന്തം പ്രിയപ്പെട്ട VSനെ എടുത്തുകൊണ്ടു പോവുകയാണവർ. എത്ര കൈകൾ കൈമാറി അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ വലിയ പെടാപ്പാട് പെടുന്നുണ്ട്.